വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്ന് വധുവിന്റെ വീടിന് നേരെ വെടിയുതിർത്ത് വരൻ. മലപ്പുറം കോട്ടയ്ക്കൽ അരിച്ചോളിൽ ചൊവ്വാഴ്ച രാത്രിയിലാണ് സംഭവത്തിൽ പ്രതിയായ യുവാവ് അറസ്റ്റിൽ. വിവാഹം മുടങ്ങിയതിന് പെൺകുട്ടിയുടെ വീടിന് നേരെ വെടിവെച്ച സംഭവത്തിൽ യുവാവ് കോട്ടയ്ക്കലിൽ പിടിയിലായി. മലപ്പുറം വലിയാട് വടക്കേതിൽ അബു താഹിറിനെയാണ് കോട്ടയ്ക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒതുക്കുങ്ങൽ അരിച്ചോൾ കുന്നത്ത് ഇബ്രാഹിമിന്റെ വീടിന് നേരെയാണ് വെടിവെച്ചത്. 3 റൗണ്ട് വെടിയുതിർത്തു. മുൻവശത്തെ ജനൽ ചില്ലുകൾ തകർന്ന നിലയിലാണ്. അബു താഹിറുമായുള്ള നിക്കാഹിന് ശേഷമാണ് വധു പിന്മാറിയതെന്നാണ് വിവരം. പ്രതിയെ കോട്ടയ്ക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 1 വർഷം മുൻപ് ഇബ്രാഹിമിന്റെ മകളുമായി താഹിറിന്റെ നിക്കാഹ് കഴിഞ്ഞിരുന്നു. പിന്നീട് ഈ ബന്ധത്തിൽ വിള്ളൽ വീണു. വിവാഹത്തിൽ നിന്ന് കുടുംബം പിന്മാറിയതാണ് പ്രകോപനത്തിന് കാരണമായതെന്ന് പോലീസ് പറഞ്ഞു. ഇന്നലെ വൈകിട്ട് 7 മണിയോടുകൂടി നമ്മുടെ അരിച്ചോള് നെടുങ്ങോട്ട് കുളമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇബ്രാഹിം എന്ന് പറയുന്ന ആളുടെ വീട്ടിലേക്കാണ് വെടിവെപ്പ് നടന്നത്. ഇബ്രാഹിമിൻ്റെ മകളെ നിക്കാഹ് കഴിച്ച വലിയാടുള്ള അബൂ താഹിർ എന്ന് പറയുന്ന ആളാണ് ഇത് ചെയ്തത്. നിക്കാഹ് ഒഴിഞ്ഞതിലുള്ള പ്രശ്നം മൂലമാണ് അയാൾ ഇത്തരത്തിൽ ചെയ്തത്. അയാളുടെ ജൂൺ മാസം തുടക്കത്തിൽ അയാൾ എടരിക്കോടുള്ള മാസ് റൈഫിൾസിൽ നിന്നും എയർ റൈഫിൾ മേടിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു. അതിനുശേഷം ഇന്നലെ വൈകുന്നേരം അവരുടെ വീടിൻ്റെ മുൻവശത്ത് വന്ന് ഡയറക്റ്റ് വീട്ടിലേക്ക് നിറയൊഴിക്കുകയായിരുന്നു. 3 റൗണ്ട് ആണ് നിറയൊഴിച്ചത്. ഗ്ലാസ്സിൽ കൊണ്ട് ജനലിൽ കൊണ്ടും ആയത് പോയി. ആൾക്കാരുടെ ദേഹത്ത് കൊണ്ടിരുന്നെങ്കിൽ ആ സമയത്ത് വീട്ടിൽ ആൾക്കാരുണ്ടായിരുന്നു. അവർ തൊട്ടടുത്ത മുറിയിലായിരുന്നത് കൊണ്ട് മാത്രം അവർക്ക് അപകടം പറ്റിയില്ല. ഒരു പക്ഷേ അടുത്തുണ്ടായിരുന്നെങ്കിൽ അവർക്ക് മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത്ര ക്ലോസ് റേഞ്ചിലാണ് വെടിവെപ്പ് നടന്നത്. അത് കഴിഞ്ഞ ഉടനെ തന്നെ ഇയാൾ അടുത്തുള്ള പറമ്പിൽ കൂടി ഓടി രക്ഷപ്പെട്ടു. ഇന്നലെ രാത്രി തന്നെ ഈ സംഭവം അറിഞ്ഞ് പോലീസ് പാർട്ടി കോട്ടയ്ക്കൽ പോലീസ് സ്റ്റേഷനിൽ ഞാനും മറ്റ് പോലീസ് പാർട്ടി അവിടെ എത്തുകയും സ്ഥലത്തെത്തുകയും ടീം രൂപീകരിക്കുകയും രാത്രി തന്നെ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഇയാൾ നിറയൊഴിക്കാനായിട്ട് ഉപയോഗിച്ച തോക്കും നമ്മൾ കസ്റ്റഡിയിലെടുത്തു. ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഫോർമാലിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഇയാൾ നമ്മളെ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. കൂടുതൽ ഇയാൾക്ക് ഏതെങ്കിലും കേസുണ്ടോ എന്നും ഇയാൾ മറ്റേതെങ്കിലും തരത്തിലുള്ള സപ്പോർട്ടേഴ്സ് ഇവർക്കുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. വേറെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇയാൾക്കുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. കൂടുതൽ തെളിവെടുപ്പ് നടത്തിയതിന് ശേഷം കൂടുതൽ ചിത്രങ്ങൾ പുറത്താവുള്ളൂ. ഇയാൾക്ക് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇയാൾക്ക് ആ വീട്ടിലെ കുട്ടിയായിട്ട് ഉള്ള വിരോധം ആണ്. അതിനെ വധിക്കണമെന്നുള്ള ഉദ്ദേശത്തിലായിരിക്കണം ഒരു പക്ഷേ ഇത്തരത്തിൽ നിറയൊഴിച്ചത്. നേരിട്ട് വീടിന് മുമ്പിൽ ചെന്ന് നിറയൊഴിക്കുക എന്ന് പറയുമ്പോൾ അത് അങ്ങനെ ഒരു അപകടം ഉണ്ടാകണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് അയാൾ ചെയ്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ അന്വേഷണത്തിൽ ബാക്കി കാര്യങ്ങൾ പുറത്തു വരും. അതനുസരിച്ച് നമുക്ക് ബാക്കി നടപടികൾ സ്വീകരിക്കുന്നതാണ്. താഹിറിന്റെ കൈവശമുള്ള പക്ഷികളെ വെടിവെക്കുന്ന എയർഗൺ ഉപയോഗിച്ചാണ് നിറയൊഴിച്ചത്. വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ആർക്കും തന്നെ പരിക്കില്ല. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. M5 ന്യൂസ്, മലപ്പുറം.